പ്രിയമുള്ളവരെ, ദീർഘമായ ഒരു പ്രഭാഷണത്തിന് മുതിരുന്നില്ല. എല്ലാ വശങ്ങളും ഏതാണ്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് 7 മണിയുടെ ട്രെയിനിന് പോകേണ്ടതാണ്. അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രം, ഇങ്ങനെ ഒരു കൂട്ടായ്മ യഥാർത്ഥത്തിൽ ആവേശം തരുന്നതാണ്. എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് സ്ത്രീകൾ നേരിടുന്ന അതിക്രമം അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രശ്നം, ലിംഗനീതിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇത്രയേറെ പുരുഷന്മാർ വേദിയിലും സദസ്സിലും ആയി കാണുന്നത്. അതിന് ഷാഹിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ചെയർപേഴ്സണും ഷാഹിന കൺവീനറുമായിക്കൊണ്ട് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരായിട്ട് ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് ഏറ്റവും ആവേശകരമാണ്. പൂർണ്ണമായ ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിക്കുക. ഞാനും മേഴ്സിയും ഒക്കെ കുറച്ചു കാലം മുമ്പ്, എനിക്ക് തോന്നുന്നു 2015 മറ്റോ ആണെന്ന് തോന്നുന്നു, 1 ബില്യൺ റൈസിംഗ് എന്ന് പറയുന്ന ഒരു അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ കുറച്ച് പുരുഷന്മാരെ പുരുഷന്മാർ സംസാരിക്കട്ടെ ഇനി എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് പുരുഷന്മാരെ കണ്ടെത്തുകയും അവരെ ഇതുപോലെ ചില 1-2 പരിപാടി നടത്തുകയും ചെയ്തു. അതിലെ ഒരു പുരുഷൻ മീറ്റൂവിൽ പെടുകയും ഇപ്പോൾ അപ്രത്യക്ഷരാവുകയും ഞങ്ങൾ പൂർണ്ണമായും പുള്ളിയെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഞങ്ങളുടെ ചിന്തകളിൽ നിന്നും മാറ്റി നിർത്തുകയും ചെയ്യും. പക്ഷെ തീർച്ചയായിട്ടും ഈ വേദിയെക്കുറിച്ച് അത്തരം യാതൊരു ആശങ്കയുമില്ല. ഇവിടെയുള്ള എല്ലാ പുരുഷ സുഹൃത്തുക്കളും, ഏറ്റവും ബഹുമാന്യനായ ശ്രീ മുതൽ എല്ലാ പുരുഷ സുഹൃത്തുക്കളും ഇത്തരത്തിലൊരു മുൻകൈ എടുത്തതിൽ ഒരുപാട് അഭിമാനമുണ്ട്. അതാണ് ആവശ്യം എന്നതിന് യാതൊരു സംശയവുമില്ല. അതിൻ്റെ ആ സമയം നമുക്ക് യഥാർത്ഥത്തിൽ കേരളത്തിൽ അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ്. ഇപ്പോഴും നമ്മൾ ഇപ്പം ഒരാൾ മാർട്ടിൻ പറഞ്ഞു, ചെറുപ്പക്കാർ കുറെ കൂടി ശരിയാണ്. ഞങ്ങളുടെ കാലഘട്ടത്തെ അപേക്ഷിച്ച് ചെറുപ്പക്കാർ വളരെ ബെറ്ററാണ്, വളരെ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഞങ്ങളൊക്കെ ഇപ്പോഴും നിരന്തരം ഇത്തരം യോഗങ്ങളിൽ കോളേജുകളിലും മറ്റും സംസാരിക്കുമ്പോൾ പുരുഷൻ ഇപ്പുറത്ത് സ്ത്രീ ഇപ്പുറത്ത് എന്നുള്ള തരത്തിൽ 2 വിഭാഗമായി നിന്നുകൊണ്ട് ഏറ്റുമുട്ടുന്ന കാഴ്ചകൾ ഇപ്പോഴും കാണുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾക്ക് ഏറ്റവും പ്രാധാന്യമുണ്ട്. എന്നോട് പറഞ്ഞത് 10 മിനിറ്റ് മാധ്യമങ്ങളെ കുറിച്ച് സംസാരിക്കണം എന്നാണ്. അതിൻ്റെ വളരെ വിശദമായ ഒന്നിലേക്കും ഞാൻ കടന്നു പോകുന്നില്ല. ഇവിടെ എല്ലാവരും അതൊക്കെ തന്നെയാണ്. പലരും മാധ്യമങ്ങളെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. ഇവിടെ ഇരിക്കുന്ന ഈ സദസ്സിനോട് അതൊന്നും പറയേണ്ട കാര്യമില്ല. കേരളത്തെ വലതുപക്ഷവൽക്കരിക്കുവാനും കാവ്യവൽക്കരിക്കുവാനും മാധ്യമങ്ങൾ നടത്തുന്ന പരിശ്രമങ്ങൾ തുറന്നു കാട്ടപ്പെടേണ്ടതാണ്, വിചാരണ ചെയ്യപ്പെടേണ്ടതാണ്. വളരെ കൂടുതൽ വർഗീയമായി ചേരിതിരിവുകൾ ഉണ്ടാക്കുന്നതിനും ഏറ്റവും പ്രതിലോമകരമായ മൂല്യങ്ങളും ആശയങ്ങളും ചിന്താഗതികളും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനും പൊതുബോധത്തിൽ തന്നെ വിള്ളലുകൾ സൃഷ്ടിക്കുന്നതിനും നടത്തുന്ന മാധ്യമങ്ങളുടെ ശ്രമം തീവ്ര വലതുപക്ഷത്തിലേക്ക് വരെ പൊയ്ക്കൊണ്ടിരിക്കുന്ന മുഖ്യധാര കോർപ്പറേറ്റ് കുത്തക മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ ലിംഗനീതി എന്ന് പറയുന്നത് സ്വാഭാവികമായും അവരുടെ അജണ്ടയിൽ വരുന്നില്ല. ഒരു തരത്തിലുള്ള വിവേചനങ്ങളും ചൂഷണങ്ങൾക്കും എതിരെ നിൽക്കുക എന്നതൊരു വലതുപക്ഷ അജണ്ടയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ പൂർണ്ണമായും നമ്മളിവിടെ കാണുന്നത് പോലെ അതൊരു സർക്കാരിനെതിരെയോ ഒരു പിണറായി വിജയനെതിരെയുള്ള ശത്രുതയല്ല മാധ്യമങ്ങൾ കാണിക്കുന്നത്. പ്രധാനമായും ഇടതുപക്ഷം എന്ന ആശയത്തോടു തന്നെയുള്ള എതിർപ്പാണ് നമ്മുടെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ശത്രുപക്ഷത്തെ അവർ നിർത്തുകയാണ്. അങ്ങനെ വലതുപക്ഷത്ത് നിൽക്കുന്നതോടു കൂടി തന്നെ അവർ സ്ത്രീ വിരുദ്ധരായി മാറുകയും അത്തരത്തിലുള്ള എല്ലാ നീതിപൂർണമായ ഇതിനോടും അവർ എതിർപ്പും പ്രതിഷേധവും അല്ലെങ്കിൽ വളരെ പ്രകടമായി തന്നെ ഒരു മിസോജനിക്കായിട്ടുള്ള നിലപാടെടുക്കുകയും ചെയ്യുമെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇവിടെ രാഹുൽ ഈശ്വർമാർ വളർന്നു വരുന്നത്. ഈ കേരള സമൂഹത്തിൽ എന്ത് തരത്തിലുള്ള ഇടപെടലാണ് അല്ലെങ്കിൽ എന്ത് റോളാണ് രാഹുൽ ഈശ്വറിനുള്ളത്? എല്ലാ ദിവസവും നമ്മൾ ടെലിവിഷൻ തുറന്നാൽ കാണുന്നത് രാഹുൽ ഈശ്വറിനാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ വലതുപക്ഷ ആശയങ്ങളുടെ അതാണ് അയാളുടെ USP. നമ്മൾ മനസ്സിലാക്കണം, അയാളുടെ USP അതാണ്. ഞാൻ വലതുപക്ഷം, ഇവിടെ നമ്മൾ കാണാറുണ്ട് ടെലിവിഷൻ ചാനലുകളിൽ ഇടതു നിരീക്ഷകൻ, വലതു നിരീക്ഷകൻ. എന്താണ് സംഭവം എന്ന് പിടിയിട്ടില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറഞ്ഞു തരണം, എന്താണ് ഈ ഇടതു നിരീക്ഷകൻ, ഒന്ന് വലതു നിരീക്ഷകൻ. ഈ വലതു നിരീക്ഷകനാണ് രാഹുൽ ഈശ്വർ. അപ്പോൾ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് പുരുഷ കമ്മീഷന് വേണ്ടി ശബ്ദമുയർത്തുകയും ബസ്സിൽ നഗ്നത പ്രദർശിപ്പിച്ച ആളെ പൂമാലയിട്ട് സ്വീകരിക്കുവാനും തയ്യാറാകുന്ന ഒരു വിഭാഗം പുരുഷന്മാർ
ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നതിൽ നമുക്ക് എന്തുകൊണ്ട് ലജ്ജ തോന്നുന്നില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. നിങ്ങളുടെ അറിവിലേക്കായി ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ അടുത്ത കാലത്ത് ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. മലയാള മനോരമ പത്രത്തിൽ വന്ന ഒരു റിപ്പോർട്ടാണ്. ടോൾസ്റ്റോയ് ഗാന്ധി മനുഷ്യാവകാശ സംഘടന, അവരുടെ പ്രമേയം പുരുഷ കമ്മീഷൻ രൂപീകരിക്കണം എന്നുള്ളതാണ്. ലീല മാത്യൂസോ മറ്റോ പറഞ്ഞ ഒരു സ്ത്രീയാണ് അതിൻ്റെ ആയിട്ട് പത്രത്തിൽ കണ്ട പേര്. നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാകും, എന്താണ് ഈ ഗാന്ധിജിയും ടോൾസ്റ്റോയും തമ്മിൽ അവർ ഒരു ബന്ധമുണ്ടെന്ന് മാധവൻ സാറിനൊക്കെ അറിയാം. അവര് അത്തരത്തിൽ ഒരു ടോൾസ്റ്റോയും ഗാന്ധിയും. പക്ഷേ ഇവിടെ എന്തായിരിക്കാൻ കാരണം? അതിനകത്ത് ആകെയുള്ള ഒരു ഊഹം, ചന്ദ്രമതി ടീച്ചറിന്റെ അടുത്ത കാലത്ത് ഒഴുകാതെ ഒരു പുഴ എന്നൊരു പുസ്തകം ടോൾസ്റ്റോയ് ഒരു വലിയൊരു സ്ത്രീവിരുദ്ധനായി നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. ഇന്നത്തെ വാല്യൂ സിസ്റ്റം വെച്ചിട്ട്, ഇന്നത്തെ കാഴ്ചപ്പാട്. ആ സോഫിയ എന്ന് പറയുന്ന ഭാര്യയെ ഏത് രീതിയിലായിരുന്നു ആ ഭാര്യയുടെ ജീവിതം? അപ്പോൾ പിന്നെ ഗാന്ധിജി അവിടെ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അതിന് മറ്റ് ഒരു വിശദീകരണം ചിലപ്പോൾ വേണ്ടി വരും. അപ്പൊ ഇനി ചിലപ്പോൾ ഇപ്പോൾ നമ്മുടെ ലക്ഷ്മിയും ഗീതിയും കൂടി പ്രമിള നായർ കുറച്ച് പുസ്തകം എഴുതിയപ്പോൾ ഒരു പക്ഷേ ഇനി അതിനകത്ത് ഇനി MT വാസുദേവൻ നായർ ഗാന്ധിജി ടോൾസ്റ്റോയ് സംഘടന മാറുമോ എന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് നമ്മുടെ കേരളം. ഇന്നത്തെ മാധ്യമങ്ങളെ കുറിച്ചൊന്നും ഞാൻ ഇനി കൂടുതലായി വിശദീകരിക്കുന്നില്ല. ഒന്നും എനിക്ക് സമയവും കുറവാണ്. എല്ലാ മാധ്യമങ്ങളും നമ്മൾ അറിയാവുന്നതുപോലെ ഡിജിറ്റൽ ലോകം, ഇപ്പൊ NWMI അവിടെ ഉണ്ട്, ഇവിടെ അനുപമ, അവരെല്ലാവരും കൂടി ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരാതി കൊടുത്ത പെൺകുട്ടിയെ ടോക്സിൻ ചെയ്യുന്ന, ടോക്സിൻ നിങ്ങൾക്കറിയാം, പേരും ഐഡന്റിറ്റിയും വെളിപ്പെടുത്തുന്ന തരത്തിൽ അപമാനിക്കുന്നത്, ആ സ്റ്റോക്കിംഗ് നടത്തുന്നത്, അവഹേളിക്കുന്നത് തുടങ്ങി എന്തൊക്കെയാണോ നിയമത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അത് മുഴുവൻ തരത്തിലുള്ള അതിക്രമങ്ങളും നടക്കുന്നുണ്ട്. ഈ തരത്തിലുള്ള ഒരു ഇടപെടലുകളിലൂടെ നമുക്ക് മാധ്യമലോകത്ത് ഇപ്പൊ നിർഭയ, അത് മാത്രം കൂടി പറയട്ടെ, നിർഭയ നിയമത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞു. വലിയ തോതിലുള്ള സാമൂഹികമായ ഇടപെടൽ കൊണ്ട് തന്നെ അവിടെ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ കഴിയും. അപ്പൊ അത്തരം മാറ്റങ്ങൾ സാധ്യമാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾ, ഒരു കാര്യം കൂടിയുള്ളത്, മാധ്യമങ്ങൾ വളരെ കൂടുതൽ കോടതിയെ സ്വാധീനിക്കുന്നുണ്ട് എന്നത് നാം കാണുന്നുണ്ട്. ചില അപൂർവമായി പോസിറ്റീവായും ഏറ്റവും കൂടുതൽ നെഗറ്റീവായും മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുന്ന ഏറ്റവും വിവാദമുണ്ടാക്കുന്ന കേസുകൾ, അതിൻ്റെ ഒരു ഇവിടെ ഇരിക്കുന്ന കോടതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കറിയാം, വളരെ കൂടുതൽ കോടതിയെയും ജഡ്ജിയെയും വിധിന്യായങ്ങളെയും സ്വാധീനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നതും വളരെ അപകടകരമായ ഒന്നായി ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ മറ്റേ ഷിംജിതയുടെ കാര്യം പറഞ്ഞു, ഒരു വീഡിയോ എടുത്തു എന്നതിൽ അബറ്റ്മെന്റ് സൂയിസൈഡ് അതിനെ പറഞ്ഞു, അബറ്റ്മെന്റ് ആത്മഹത്യാ പ്രേരണ നടത്തി എന്ന് പറഞ്ഞ് അവരകത്തായി. ഈ കഴിഞ്ഞ മേഴ്സി പറഞ്ഞ ഈ കഴിഞ്ഞ ഫെബ്രുവരി 28 മുതൽ ഈ മാസം വരെ കേരളത്തിൽ 20 സ്ത്രീകളും 19 കുഞ്ഞുങ്ങളുമാണ് ഡൊമസ്റ്റിക് വയലൻസിൽ ആത്മഹത്യ ചെയ്തത്. അതിൽ ഒരു 4 പേര് പോലും അബറ്റ്മെന്റ് സൂയിസൈഡിൽ ഒരു ഭർത്താക്കന്മാരും അകത്തു പോയിട്ടില്ല, 3 or 4 പേര് ഒഴിച്ച്. അപ്പൊ ഇവിടെ ജുഡീഷ്യൽ സിസ്റ്റം, നമ്മുടെ മാധ്യമം, നീതിന്യായ വ്യവസ്ഥ, പോലീസ്, ഇതെല്ലാം പരസ്പരം ചേർന്ന് നിൽക്കുന്ന വളരെ സ്ത്രീ വിരുദ്ധമായ, നീതിരഹിതമായ ഒരു ഇടപെടലുകൾ പലർക്കും കാണാനുണ്ട്. ഇത്തരത്തിലുള്ള ഇടപെടലുകൾ തീർച്ചയായും മാറ്റം കൊണ്ടുവരും. എല്ലാത്തിനും നിങ്ങളുടെ ഒപ്പം ഞങ്ങളുമുണ്ട്, ഞാനുമുണ്ട് എന്ന്